കാക്കാത്തി വന്നേണ്ടി കാടു ചുറ്റി മേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി നാം വന്നേണ്ടി എങ്കടി നീ പോകേരേ കൈക്കണ്ണി ആട്ടക്കാരി കൊണ്ടുപോലെ വന്നുങ്ക ഉക്കാരടി അടിയാത്തി ഞാൻ ചൊല്ലും കഥ കേളടി താരത്തി വിതയ്യകതാരോ തിത്താങ്കിടതയ്യകതാരോ തക്കിടതൈ തരികിടതൈ തങ്ക തുങ്ക തത്തിങ്കിണ്ണത്തോം വന്നവരഞ്ചു പേരും കുന്തി ദേവിയുമാ ഹസ്തിനപുരേ വാണിടുമ്പോ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. എങ്ക കുലവീരൻ ഭാരതമലയൻ ഒടിവിദ്യകളറിയും പെരിയ മന്ത്രവാദി പിടിച്ചു വരുത്തി മലയനെ മന്നവൻ നിഴൽ കുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി. മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ. 6ാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ അടവൊന്നു മാറ്റി മന്ത്രം ജപിച്ചു. കളത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി. സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേഷത്താൽ ശരമെടുത്ത് നിഴൽ കുത്തി കൊന്നയ്യോ പാണ്ഡവരെ. കഥ തീരും മുമ്പേ കരയാതെടി കണ്ണേ ഇനി சொல்லும் കഥ കൂടി കേളുങ്കടി. മടങ്ങിയ കാന്തനെ കണ്ട് കലങ്ങിയ കണ്ണത് കണ്ട് മലയെത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാ. കരഞ്ഞു പറഞ്ഞു മലയൻ പാപി ഞാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന്. 2 അടി ഞെട്ടിച്ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി ഭാഗയേറ്റ പോൽ കടന്നു പിടിച്ചവൾ ഓമനപുത്രനാ മണികണ്ഠനെ വലങ്കാൽ ചവിട്ടി പിടിച്ച് ഇടങ്കാൽ നെടുകെ വലിച്ചു കീറി ഓവിഷ്ടയായവൾ അലറി. നീചനാ മലയ അറിയണം നീയും പുത്രശോകം. രക്താഭിഷിക്തയായി ഓടിയെത്തിയവൾ കുന്തിദേവി തൻ സന്നിധിയിൽ. 5 പാണ്ഡവർ മരിച്ചു കിടക്കുന്നയ്യോ ദീനമായി കേഴുന്നു കുന്തിയും. പെട്ടെന്നതാ കേൾപ്പു വേണുനാദം പ്രത്യക്ഷനായി ആർവർണ്ണൻ. മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ. ധർമ്മത്തിനെന്നും ഞാൻ തുണയുണ്ട്. ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൻ പുത്രനും ജീവിക്കും. തോം 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 തക്കിടതും തോം തത്തോം തകതും തക്കിടതകതും തക്കിടതും തക തരികിടതും തക കുതേ കുതാ ദിത്താതികിടതും. മുന്നേ ഞാൻ சொன்னில்லவா என் கதை கேட்டாலே புண்ணியமென்னு. நில்லடி சும்மா போகாதடி பசியெடுக்கான் துப்பொன்னு தன்னே போடி அடி ஓடி. இந்த നാട്ടിലും ഏതു നാട്ടിലും പുത്രശോകം പെരിയതാണേ. അധർമ്മം വാളോങ്ങി നിൽക്കുമി നാട്ടിൽ അമ്മതൻ കണ്ണീരിനെന്തു വില. അമ്മതൻ കണ്ണീരിനെ